വേണ്ടത് വാഴയിലയാണ് കേട്ടോ. നമുക്കൊരു വാഴയില വെട്ടിക്കൊണ്ടുവരാം. വെട്ടിയ വാഴയിലയില്ല, അതിൻ്റെ ഒരു തുമ്പ് ഒരു ജസ്റ്റ് ഒന്ന് കീറി. സാരമില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇല നമുക്കൊന്ന് ചൂടാക്കാം. പറഞ്ഞില്ല, അവിടെ അങ്ങങ്ങൊക്കെ ശകലം പൊട്ടി. നല്ല കാറ്റുള്ളതുകൊണ്ട് ഇലയുടെ ഒരു സൈഡൊക്കെ പൊട്ടും. അതൊന്നും നമുക്ക് കുഴപ്പമില്ല. വേറൊരു ചെറിയ ഇല വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പൊട്ടിയ ഭാഗത്ത് ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ശരിയാക്കി. അപ്പോൾ എല്ലാം ശരിയായി. നമുക്ക് ചോറൊന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ ചോറ് ശരിയായി. മീൻ നല്ല ചൂടായി. അതിനെ നമുക്കങ്ങ് മാറ്റാം. നല്ല കാറ്റ് കേട്ടോ. അതുകൊണ്ട് ജനലൊക്കെ അടയുന്നുണ്ട്. ഞാൻ തുറന്നിട്ട് നല്ല കാറ്റ്. അത് നമ്മളിവിടെ ഈ തുണിയിട്ട് മറച്ച് വെച്ചിരിക്കുന്നത്. അടിപൊളി കാറ്റ്. എൻ്റെ ഗ്യാസൊക്കെ തന്നെ ഒരു ജോലി ബാക്കിയുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ മുട്ട പൊരിക്കാനുള്ളത്. നമുക്ക് മുട്ടയ്ക്ക് വേറെ എണ്ണയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. മീൻ പൊരിച്ച എണ്ണ തന്നെ ധാരാളം ഇതിനകത്തിട്ടാണ് ഞാനിപ്പോൾ മുട്ട പൊരിക്കാൻ പോകുന്നത്. ഒരു വട്ടൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ല പിന്നെ നമുക്ക് എന്തിനാ വേറൊരു എണ്ണ? ഇതിനകത്തുണ്ടല്ലോ മീൻ പൊരിച്ച എണ്ണ. ആ മുട്ട പൊരിച്ചതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. ടേസ്റ്റിക്ക് മേമ്പൊടിയായിട്ട് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുക്കാം. എന്താ പറയുന്നത്? അപ്പോൾ നമുക്കിതിനെ അങ്ങ് തിരിച്ചിടാം. ഇങ്ങനെ ഇട്ട് അങ്ങ് തീ ഓഫ് ചെയ്യാം. അപ്പോൾ മുട്ടയ്ക്കൊരു സോഫ്റ്റ്നെസ് കാണും. അങ്ങനെ നമ്മുടെ മുട്ട റെഡിയായി. നല്ല മണം വരുന്നുണ്ട് മീൻ പൊരിച്ചതിൽ. അതിനകത്ത് മുട്ട പൊരിച്ചത്. അപ്പോൾ പൊതിച്ചോറിൻ്റെ ചോറിട്ട് കൊടുക്കുവാണ്. ചൂട് പൊങ്ങുന്നത് എനിക്കറിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ആവി വരുന്നത്? നല്ല നല്ല ചൂട് ചോറാണ്. പൊന്നി പുഴുക്കലരിയാണ് കേട്ടോ. ഒരു പൊതിച്ചോറിലാണെങ്കിൽ സത്യത്തിൽ ചോറൊക്കെ ഇട്ടാലേ 2 പേർക്ക് കഴിക്കാം. അപ്പം ഞാൻ 2 പേർക്ക് വേണ്ടുന്നൊരു പൊതിച്ചോറാണ് കിട്ടുന്നത്. മോനൊന്നും അധികം കഴിക്കത്തില്ല. അതിൻ്റെ ബാക്കി എനിക്ക് കഴിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ചമ്മന്തി കുറച്ചെടുത്തിട്ട്, ഇത്രയൊന്നും വേണ്ട, ചമ്മന്തി വെച്ച് കൊടുത്ത്. തവി പെട്ടെന്ന് കിട്ടിയൊന്നുമില്ല. പയറുതോരൻ്റെ തവി തന്നെ, പയറുതോരന് ചോറിൻ്റെ ആ തവി തന്നെ എടുത്ത്. പയറുതോരൻ കുറച്ചും കൂടെ ഇട്ടു. പയറുതോരൻ. ഇനി നമുക്ക് മീൻ പൊരിച്ചെടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. 1 2 2 മീൻ പൊരിച്ചതൊക്കെ മതിയേ. ഇനി നമ്മുടെ ഫ്രൈ മച്ചി, മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ പൊരിച്ച മുട്ട അല്ലെങ്കിൽ ഓംപ്ലേറ്റ്. ഇനി നടുക്കൊരു കുഴി ഉണ്ടാക്കാം. നമുക്ക് അച്ചാർ ഇതിലൊഴിച്ച് കൊടുക്കാം. അച്ചാർ മെയിനാണല്ലോ. അച്ചാർ എടുക്കട്ടെ ഒരു മിനിറ്റ്. ഇത്രയുള്ള ഗൈസ്. ഇതിനെല്ലാം എടുത്ത് മാറ്റിട്ട് എല്ലാത്തിൻ്റെയും പുറത്തായി ചമ്മന്തിയൊക്കെ എടുത്ത് മാറ്റി നമുക്കിതിനെ ഇനി പൊതിയാം. കണ്ടല്ലോ, മീൻ പൊരിച്ചത്, അച്ചാർ, ചമ്മന്തി, തോരൻ, മുട്ട പൊരിച്ചത്. പിന്നെ മോസ്റ്റ്ലി നമ്മുടെയൊക്കെ പഴയ സമയത്തൊക്കെ ഇതൊക്കെ തന്നെ തരുന്നത്, മെഴുക്കുവരട്ടിയൊക്കെ. ഇപ്പോൾ പിന്നെ യൂട്യൂബൊക്കെ വന്നപ്പോൾ എല്ലാവരും ഒരു ചന്തത്തിന് വേണ്ടി ബീട്രൂട്ട് വെക്കുന്നു. ബീട്രൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വെച്ചേനെ. എൻ്റെ കസ്റ്റഡിയിൽ ബീട്രൂട്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത്രയൊക്കെ കളർഫുള്ളുള്ളോ സ്വീകരിക്കണം. അസിസ്റ്റൻ്റ് ഒന്നുമില്ല, ക്യാമറമാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരട്ടെ. പിന്നെ ഞാൻ വേണ്ട ഇങ്ങനെ മടക്കി ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ പൊതിച്ചോറ് സെറ്റ് ചെയ്ത്. വലിയ പൊതിച്ചോറ് കേട്ടോ. 2 പേർക്ക് നല്ല ചൂടുണ്ട്. അതായത് ആ ഇലയുടെ ആ ചോറിൻ്റെയൊക്കെ ചൂടുണ്ടല്ലോ, പേപ്പറിലോട്ട് അടിക്കുന്നുണ്ട്. വളരെ ഉണ്ടെന്നല്ല, കുറച്ചുണ്ട്, ചൂടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് എല്ലാം ഇച്ചിരി ചൂടായിരുന്നല്ലോ. എനിക്കിവിടെ മൊത്തം അടുക്കള യുദ്ധക്കളവാണ് ഗെയ്സ്. ഫുള്ള് യുദ്ധക്കളവാണ്. എല്ലാം അടച്ച് വെക്കണം. ചോറെല്ലാം തുറന്നിരിക്കുന്നത്. പാദ്യം പുറമെല്ലാം വൃത്തിയാക്കണം. ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് പൊതിച്ചോറ് തുറക്കാം. അപ്പോഴത്തേക്ക് ഞാനിതെല്ലാം ഒന്ന് നീറ്റ് ചെയ്തിട്ട് വരട്ടെ.